മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. 24 മണിക്കൂറും നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനത്തിന് എതിരെ വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട് ഉളുപ്പില്ലാതെ മുന്നോട്ട് പോകുന്ന നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വയറ് നിറച്ചങ്ങ് നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ വെച്ചങ്ങ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. श्रीमती इंदिरा गांधी रायबरेली से चुनी गई। इलाहाबाद हाईकोर्ट में श्री राजनारायण पहुंचे कि चुनाव नियमों के अनुसार नहीं हुआ। इलाहाबाद हाईकोर्ट ने ये तय कर दिया कि श्रीमती गांधी ने നിങ്ങൾ കണ്ടില്ലേ, ചെറിയൊരു ഭാഗമാണ്. സൻസദ് ടിവിയിൽ പോയിട്ട് നോക്കിയാൽ ഇതിന്റെ പൂർണ്ണ രൂപം ലഭിക്കും. കൃത്യമായിട്ട് അമിത്ഷാ എണ്ണി അങ്ങ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് രാഹുൽ ഗാന്ധിയാണല്ലോ വോട്ട് ചോരി എന്ന് പറഞ്ഞ് നടക്കുന്നത്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ വോട്ട് ചോരി നടത്തിയത് കോൺഗ്രസ് ആണ്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വോട്ട് ചോരി നടത്തിയത് രാഹുൽ ഗാന്ധിയുടെ മുതുമുത്തച്ഛനായിട്ടുള്ള ജവഹർലാൽ നെഹ്റു. രണ്ടാമതായിട്ട് വോട്ട് ചോരി നടത്തിയിട്ടുള്ളത് രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി ശ്രീമതി ഇന്ദിരാ ഗാന്ധി. മൂന്നാമതായിട്ട് നമ്മുടെ രാജ്യത്ത് വോട്ട് ചോരി നടത്തിയത് രാഹുൽ ഗാന്ധിയുടെ അമ്മ സോണിയാ ഗാന്ധി. വെറുതെയല്ല ഈ രാഹുൽ ഗാന്ധി ആളുകള് പപ്പു 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 എന്നിങ്ങനെ വിളിക്കുന്നത്. അങ്ങോട്ടേക്ക് തോന്നിയത് വിളിച്ചു പറയോ, എന്നിട്ട് തിരിച്ചു വരിക. സ്വന്തം അമ്മയുടെ കള്ളത്തരങ്ങൾ പോലും എതിരാളികൾ വിളിച്ചു പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് രാഹുൽ ഗാന്ധി എത്തിക്കും. ഈ രാഹുൽ ഗാന്ധിയെ കൊണ്ടൊന്നും രാജ്യത്ത് കോൺഗ്രസിനെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കൂല. കോൺഗ്രസ് ഉപ്പ് വെച്ച കലം പോലെ ദിനം പ്രതി മുന്നോട്ട് പോകും എന്നുള്ളതാ യാഥാർത്ഥ്യം. ഇപ്പൊ രാഹുൽ ഗാന്ധി കാരണം അതായത് മുഹമ്മദ് വരെ പറയിപ്പിച്ചു എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. രാജ്യത്ത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയില് ആദ്യത്തെ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതില് പാർട്ടിക്കുള്ളില് കൃത്യമായിട്ട് വോട്ടെടുപ്പ് നടന്നു. അതിൽ സർദാർ പട്ടേലിന് 28 വോട്ടുകൾ ലഭിച്ചു. അതേസമയം ജവഹർലാൽ നെഹ്റുവിന് 2 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. എന്നാൽ ജവഹർലാൽ നെഹ്റുവിനെ പ്രധാനമന്ത്രിയാക്കി. ആദ്യത്തെ വോട്ട് ചോരി. ഇനി രണ്ടാമത്തെ വോട്ട് ചോരി എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി തന്നെ ശ്രീമതി ഇന്ദിരാ ഗാന്ധി. 1975 അലഹബാദ് ഹൈക്കോടതി ഈ ശ്രീമതി ഇന്ദിരാ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് വിജയത്തെ റദ്ദു ചെയ്തു. ഇതിനെന്താ ഇന്ദിരാഗാന്ധി ചെയ്തിട്ടുള്ളത്? തന്റെ പ്രധാനമന്ത്രി എന്ന പ്രത്യേക പദവി ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രത്യേക ബില്ല് കൊണ്ടുവന്ന് അധികാര സ്ഥാനത്തിൽ തുടർന്നു. ഇതും വോട്ട് ചോരിയല്ലേ? ഈ രാഹുൽ ഗാന്ധിയെ കൊണ്ട് കുടുംബത്തിന് ഇങ്ങനെ കേൾപ്പിച്ചോണ്ടിരിക്കുക. മൂന്നാമതായിട്ട് സ്വന്തം മാതാവ് രാഹുൽ ഗാന്ധിയുടെ മാതാവായിട്ടുള്ള സോണിയാ ഗാന്ധിയാണ് മൂന്നാമതായിട്ട് നമ്മുടെ രാജ്യത്ത് നടത്തിയിട്ടുള്ള വോട്ട് ചോരി. അതായത് രാജ്യത്ത് മറ്റൊരു വോട്ട് ചോരി നടത്തിയത് സോണിയാ ഗാന്ധി. എന്താ നടത്തിയത്? നമ്മുടെ രാജ്യത്ത് പൗരത്വം ലഭിക്കുന്നതിന് മുമ്പ് ഈ സോണിയാ ഗാന്ധി എന്ന് പറയുന്നത് ഇവിടെ കോൺഗ്രസ്സുകാരൊക്കെ ഞങ്ങളും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറ്റലിക്കാരിയാണ് പൊക്കിപ്പിടിച്ച് നടക്കുന്നത്. വലിയ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചൊക്കെ വലിയ സംഭവമായിട്ട് പറയുന്നവര് സോണിയാ ഗാന്ധി ഇറ്റലിക്കാരിയാണ് ഇവിടെ പൊക്കി നടക്കുന്നത്. ഈ സോണിയാ ഗാന്ധിക്ക് നമ്മുടെ രാജ്യത്ത് പൗരത്വം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ വോട്ടർ ലിസ്റ്റില് പേര് ചേർത്തിരുന്നു കോൺഗ്രസിന്റെ കാലത്ത്. അതല്ലേ യഥാർത്ഥ വോട്ട് ചോരി? അപ്പൊ ചുരുങ്ങി പറഞ്ഞാൽ രാഹുൽ ഗാന്ധി പറയുന്ന വോട്ട് ചോരി നടന്നതൊക്കെ തന്നെ സ്വന്തം കുടുംബത്തിലാണ്, കോൺഗ്രസ്സുകാരാണ് ചെയ്തത് എന്നല്ലേ ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയേണ്ടത്? ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ജാതി ഒരു നേതാവ് ലോകത്ത് മറ്റെവിടെയെങ്കിലും ഉണ്ടോ? പറയുന്നതൊക്കെ തന്നെ സ്വന്തം മണ്ടക്ക് തന്നെ കൊള്ളുന്ന ഒരു നേതാവ്. പിന്നെ ഇവർ ഈ വോട്ട് ചോരി, ജനാധിപത്യം, ഭരണഘടന എന്തൊക്കെ തട്ടിപ്പായി രാഹുൽ ഗാന്ധി ഇപ്പൊ ഈ ഇടയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇപ്പൊ എന്താ പറയുന്നത്? ഭരണഘടന ഇതാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് എന്ന്. ഈ ഭരണഘടന ഉയർത്തിപ്പിടിക്കാൻ ഈ രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും അർഹതയുണ്ടോ? ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കോ. ഈ രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയായിട്ടുള്ള നമ്മുടെ രാജ്യത്തിന്റെ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീമതി ഇന്ദിരാ ഗാന്ധി നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തിട്ടില്ലേ? നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ കശാപ്പ് ചെയ്തിട്ടില്ലേ? അതല്ലേ ചരിത്രത്തിലെ അടിയന്തരാവസ്ഥ കൃത്യമായിട്ട് ചേർത്തിയിട്ടുള്ളത്?
ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ജനാധിപത്യ ബോധമുള്ള ഏതെങ്കിലും ഒരാൾക്ക് കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ സാധിക്കുമോ? ഇന്ന് ഇടതുപക്ഷം പോലും ഈ കോൺഗ്രസിനൊപ്പമാ. അതും അങ്ങേയറ്റത്തെ നെറികേട്, അങ്ങേയറ്റത്തെ ഒരു കോമഡി എന്ന് പറയാം യഥാർത്ഥത്തിൽ. കാരണം എന്താ, ഈ അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച് നമ്മുടെ കേരളത്തിലെ ഇടത് നേതാക്കളെ കൂട്ടത്തോടെ ജയിലിൽ അടച്ചിട്ടുണ്ട്. ഇടത് നേതാക്കൾ ഒരുപാട് ആളുകൾ ഒളിവിലായിരുന്നു അടിയന്തരാവസ്ഥ കാരണം. എന്തുകൊണ്ടാ? ഈ ഇന്ദിരാഗാന്ധി നമ്മുടെ നാട്ടിലെ, നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തെ പോലും കശാപ്പ് ചെയ്ത് മുന്നോട്ട് പോയത് കൊണ്ട്. എന്നിട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇടത് നേതാക്കളെ കേരളത്തിൽ ഉടനീളം ജയിലുകൾ നിറച്ചതായിരുന്നു. രാജ്യത്തുടനീളം തോന്നിയതുപോലെ ഇന്ദിരാഗാന്ധി ഭരിച്ചു. നമ്മുടെ ഭരണഘടനയെ പോലും പിച്ചി ചീന്തിക്കൊണ്ട് ഈ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കും ഭരണഘടനയൊക്കെ പൊക്കിപ്പിടിക്കാൻ എന്തെങ്കിലും അർഹതയുണ്ടോ? ഓരോ ആളുകളും ചിന്തിക്കേണ്ടതാ. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് ഓ രാഹുൽ ഗാന്ധി മലമറിച്ചു എന്ന രീതിയിലാ. യഥാർത്ഥത്തിൽ ബോധമുള്ള ഓരോ മലയാളിയും ഒന്ന് ചിന്തിച്ചോക്കോ. രാഹുൽ ഗാന്ധി എങ്ങോ നിന്ന് എന്തോ ഒരു തട്ടിപ്പായിട്ട് രംഗത്തെത്തോ. നിങ്ങൾ ഇത് തന്നെ കണ്ടില്ലേ, വോട്ട് ചോരി എന്ന് പറയും. ഇതിന് അമിത്ഷാ ഒക്കെ തെളിവുകൾ നിരത്തിയിട്ട് ഇന്ന ഡേറ്റിന് ഇന്ന സ്ഥലത്ത് ഇന്നതുപോലെ ഇവർ കള്ളത്തരം ചെയ്തു എന്ന് അമിത്ഷാ ഒക്കെ അങ്ങ് മറുപടി പറയും. വീണ്ടും രാജ്യത്ത് രാഹുൽ ഗാന്ധിയുടെ വില ഇടിഞ്ഞുകൊണ്ടേ ഇരിക്കും. മറ്റൊരു കാര്യം കേട്ടോ, കേരളത്തില് ഇവര് പരമാവധി രാഹുൽ ഗാന്ധിക്ക് വലിയ രീതിയിൽ പ്രൊമോഷൻ കൊടുത്ത് വലിയ സംഭവമാക്കുന്നുണ്ട്. കേരളത്തിലെ സകല മലയാളികളോടും പറയാനുള്ളത്, ഈ രാഹുൽ ഗാന്ധി പൊക്കിപ്പിടിക്കുന്ന ഒരു വിഷയം പോലും കള്ളമല്ലാതെ പൊക്കിപ്പിടിച്ചിട്ടില്ല. ഇത് വെറുതെ പറയുന്നതല്ല. ഈ അമിത്ഷാ പറയുന്ന വോട്ട് ചോരി വിഷയം തന്നെ ഒന്ന് എടുത്തു നോക്കിയാൽ മതി. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് വോട്ട് ചോരി നടത്തിയിട്ടുള്ളത് കോൺഗ്രസ് ആണ്. ജവഹർലാൽ നെഹ്റു മുതൽ രാഹുൽ ഗാന്ധിയുടെ അമ്മ വരെ വോട്ട് ചോരി നടത്തിയിട്ടുണ്ട്. ഇവർ രാജ്യം ഭരിച്ച സമയത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? അല്ല, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇവർക്ക് ജനാധിപത്യത്തെ കുറിച്ച് പറയാൻ എന്തെങ്കിലും അർഹതയുണ്ടോ? നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചില്ലേ, രാഹുൽ ഗാന്ധിയുടെ മുതുമുത്തച്ഛൻ പ്രധാനമന്ത്രി, മുത്തശ്ശി പ്രധാനമന്ത്രി, അമ്മ സോണിയാഗാന്ധി ഇറ്റലിക്കാരിയായിട്ടോ നമ്മുടെ രാജ്യത്തെ സകല ഭരണത്തെയോ 10 വർഷക്കാലം നിയന്ത്രിച്ചത് സോണിയാഗാന്ധിയാ. അച്ഛനും പ്രധാനമന്ത്രി. ഓരോ ആളുകളും ചിന്തിക്കണോ, നമ്മുടെ രാജ്യത്ത് ഒരു രാജഭരണമായിരുന്നു കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോയത്. ഇന്നും കോൺഗ്രസിൽ രാജഭരണം തന്നെയാ. ഈ നെഹ്റു കുടുംബത്തിലെ ആളുകളെ അല്ലാതെ മറ്റാരെങ്കിലും തലപ്പത്തേക്ക് വരുമോ? ഇനി നാളെ കോൺഗ്രസ് അധികാരത്തിലെത്തിയാലും പ്രധാനമന്ത്രി ആരാവുക? ഇവർക്ക് ജനാധിപത്യത്തെ കുറിച്ച് പറയാനോ ഭരണഘടനയെ കുറിച്ച് പറയാനോ ഒരു അർഹതയുമില്ല എന്നുള്ളത് കേരളത്തിലെ ബോധമുള്ള ഏതൊരു മലയാളിയും ചിന്തിച്ചാൽ വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ.